ഹലോ എവരി വൺ. സോ നമുക്ക് നെക്സ്റ്റ് സംസാരിക്കുന്നത് മൂവിങ് ചാർജസ് എന്നുള്ള ടോപ്പിക്കാണ്. സോ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഇസ് സ്പേസ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന സ്പേസിനെ വിളിക്കുന്നവരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാ? ഓയിസ്റ്റർ ആണ്. സോ ഒരു കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് പോലെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്, പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അല്ലേ. അതിനുശേഷം നമ്മൾ നേരെ കിടക്കുന്നത് ലോറൻസ് ഫോഴ്സിലേക്കാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവച്ചാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജ് പാർട്ടിക്കിളിന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് പാർട്ടിക്കിളിനെ പറഞ്ഞയക്കുന്നു. ക്യൂ എന്നുള്ള ചാർജ് പാർട്ടിക്കിളിനെ വി വെലോസിറ്റിയിൽ പറഞ്ഞയക്കുന്നു. അപ്പോൾ ഈ ഈ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? FM is equal to Q into V cross B. വേർ ആ ഫോഴ്സിനെ വിളിക്കുന്നവരാണ് എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ടു Q into V cross B. സോ ഞാൻ പറയുകയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും നിൽക്കുന്ന ഒരു സ്ഥലം, ഈ രണ്ടാളുകൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഞാനൊരു ചാർജ് പാർട്ടിക്കിളിനെ പറഞ്ഞയച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കും. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ആ ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കും. രണ്ടാളും ഉണ്ടെങ്കിൽ രണ്ടാളും ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സിനെ വിളിക്കുന്നവരാണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി ആഡ് ചെയ്താൽ F is equal to QE plus Q into V cross B ചെയ്യുന്ന സമയത്ത് Q കോമൺ ആക്കി എടുത്താൽ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ Q into E plus V cross B എന്ന് കിട്ടും. അപ്പോൾ Q കോമൺ ആക്കി എടുത്താൽ മതി. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ, മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ചാർജിനെ, അതിൻ്റെ വെലോസിറ്റിയെ, ചാർജിനെ, അതേപോലെ തന്നെ ചാർജിൻ്റെ സൈനെയാണ് നാച്ചുറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കില്ല നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ. ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടിക്കിൾ പാരലായിട്ടോ അതോ ആൻറ്റി പാരലായിട്ടോ പോയാൽ ദർ ഇസ് നോ ഫോഴ്സ്. അതായത് ഒരു ചാർജ് പാർട്ടിക്കിളെ നമ്മൾ ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ ദർ ഇസ് നോ ഫോഴ്സ് എക്സൈറ്റിംഗ് ഓൺ ദ ബോഡി, ആൻഡ് ദ ചാർജ് പാർട്ടിക്കിൾ ഇസ് മൂവിങ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഇറ്റ് ഈസ് മൂവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ മൂവ് ചെയ്താൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല? ഒരു ഫോഴ്സും എക്സൈറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് റിയാലിറ്റി. സോ അപ്പോൾ ഞാൻ പറയുന്ന ഒരു റിസൾട്ടും കൂടി പറയാം. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇലക്ട്രിക് ഫീൽഡ് Y ആക്സിലും മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിലും വിചാരിക്കുക. അപ്പോൾ Y ആക്സിലേക്ക് നിൽക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്കും Z ആക്സിലേക്ക് നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്കും ഒരു ചാർജ് പാർട്ടിക്കിൾ Q എന്നുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? V വെലോസിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ പറയും, സാർ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാളും ഫോഴ്സ് കൊടുക്കില്ലേ? ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് താഴത്തേക്കാണെങ്കിൽ ആരാണോ വലുത് ഒരു ഡയറക്ഷനിലേക്കാണ് ശരിക്കും ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഈ Q എന്നുള്ള ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നിൽക്കുന്ന സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഡിഫ്ലക്ഷനും കൂടാതെ കടന്നു പോവുക. ഒരു ഡിഫ്ലക്ഷനും കൂടാതെ കടന്നു പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും എക്സൈഡ് ചെയ്യുന്നില്ല. ഒരു ഫോഴ്സും എക്സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്ന റിസൾട്ട് ഇതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഡിഫ്ലക്ഷനും കൂടാതെ അയാൾ കടന്നു പോകണമെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ E/Bക്ക് ഈക്വൽ ആയിരിക്കണം. അയാളുടെ വെലോസിറ്റി എന്തായിരിക്കണം? E/Bക്ക് ഈക്വൽ ആയിരിക്കണം. എന്താ കണ്ടീഷൻ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് X ആക്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, അത് മീൻസ് Y ആക്സിൽ ഇലക്ട്രിക് ഫീൽഡും Z ആക്സിൽ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് X ആക്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ഒരു ഡിഫ്ലക്ഷനും കൂടാതെ അത് കടന്നു പോകണമെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കണം? E/Bക്ക് ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ്, ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു Q എന്നുള്ള ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ദ ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ എ സർക്കുലർ പാത്ത്. ആ സർക്കുലർ പാത്തിന് റേഡിയസിൻ്റെ ഇക്വേഷൻ പഠിക്കണം. റേഡിയസ് ഇസ് ഈക്വൽ ടു mv/qb. റേഡിയസ് ഇസ് ഈക്വൽ ടു mv/qb. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πm/qb. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സർക്കുലർ പാത്ത് കറങ്ങാൻ എടുക്കുന്ന സമയത്ത് 2πm/qb. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ സർക്കുലർ പാത്ത്. എപ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടിക്കിൾ പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ എൻ്റർ ചെയ്തു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് പാരലായിട്ട് എൻ്റർ ചെയ്താൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും എക്സൈഡ് ചെയ്യുന്നില്ല. ഒരു ഫോഴ്സും എക്സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ പാത്ത് ഒരു ഡീവിയേഷനും ഇല്ല, അയാൾ ഇങ്ങനെ തന്നെ കടന്നു പോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾ ഇങ്ങനെ തന്നെ കടന്നു പോകും. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് വരുന്നത് ആ പാത്ത് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കടന്നു പോകും. പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ സർക്കുലർ പാത്ത്. ദെൻ ഹെലിക്കൽ പാത്ത്, അതായത്
ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ശ്രദ്ധിക്കണേ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു തീറ്റ ആംഗിളാണ് വരുന്നത് വിചാരിക്കും, ഒരു വി വെലോസിറ്റി ഒരു തീറ്റ ആംഗിളാണ് വരുന്നതെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ വിൽ ഫോളോ ഹെലിക്കൽ പാത്ത്. ആ ഹെലിക്കൽ പാത്ത് നിങ്ങൾ ആലോചിക്കുക, തീറ്റ 0 ആകാൻ പറ്റില്ല, 90 ആകാൻ പറ്റില്ല, 180 ആകാൻ പറ്റില്ല. ഈ അതർ ദാൻ ദീസ് വാല്യൂസ്, ഈ ആംഗിൾ അല്ലാത്ത ആംഗിളിൽ വരികയാണെങ്കിൽ അത് ഹെലിക്കൽ പാത്താണ് ഫോളോ ചെയ്യുക. ആ ഹെലിക്കൽ പാത്തിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഹെലിക്കൽ പാത്തിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ MV sin തീറ്റ ഡിവൈഡ് ബൈ QB ആണ്. MV sin തീറ്റ ഡിവൈഡ് ബൈ QB ആണ്. അതായത് ഇയാൾ ഞാൻ എന്ത് ചെയ്യുന്നു ശരിക്കും, ഈ ഒരു വെലോസിറ്റി ഇങ്ങനെ വരുന്നു, ഈ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, 2 കോമ്പണൻസ് സോൾവ് ചെയ്താൽ ഇവിടെ V cos തീറ്റ ഉണ്ടാവും, അതേപോലെ തന്നെ V sin തീറ്റ ഉണ്ടാവും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന വെലോസിറ്റിയുടെ കോമ്പണൻറ്റ് V sin തീറ്റ ആയതുകൊണ്ടാണ് MV ബൈ QB എന്നുള്ള ഇക്വേഷനിൽ വീൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെടുക്കുന്നത്, V sin തീറ്റ എടുക്കുന്നത്. ഇവിടെ നിങ്ങളൊരു ടൈം കൂടി പഠിക്കുന്നുണ്ട്, പിച്ച്. വാട്ട് ഈസ് പിച്ച്? ഒരാൾ സർക്കുലർ പാത്തിൽ നിന്ന് കറങ്ങല്ല, ഇങ്ങനെ കറങ്ങി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് കവർ ചെയ്യുന്ന ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ മുന്നിലോട്ട്, അതായത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് ആക്സിൽ കവർ ചെയ്യുന്ന ദൂരം എത്രയെന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർഡ് ഇൻ 1 റെവല്യൂഷൻ, ഇറ്റ്സ് കോൾഡ് പിച്ച്. സോ പിച്ചിൻ്റെ ഇക്വേഷൻ എന്താ? പിച്ച് എന്ന് പറഞ്ഞാൽ അയാളെ മുന്നോട്ടേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന വെലോസിറ്റി V cos തീറ്റയാണ്. അയാൾ കറക്കുന്ന വെലോസിറ്റിയാണ് V sin തീറ്റ. അപ്പോൾ അയാളെ മുന്നോട്ടേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന വെലോസിറ്റിയുടെ V cos തീറ്റ ഇൻറ്റു ടൈം പീരീഡ് ആണ്. വാട്ട് ഈസ് ടൈം പീരീഡ്? V cos തീറ്റ ഇൻറ്റു 2πm ഡിവൈഡ് ബൈ QB ആണ്. V cos തീറ്റ ഇൻറ്റു 2πm ഡിവൈഡ് ബൈ QB ആണ്. ഈ 3 റിസൾട്ട് വെച്ചുള്ള ചോദ്യങ്ങളിൽ രണ്ടാമത്തെ റിസൾട്ടിലെ സർക്കുലർ പാത്ത്, ഇത് വെച്ചുള്ള കമ്പാരിസൺ ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യണം. എങ്ങനെയൊക്കെ? R is equal to MV ഡിവൈഡ് ബൈ QB ആണ്. സോ R is equal to MV എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, P ഡിവൈഡ് ബൈ QB ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ √2mk ഡിവൈഡ് ബൈ QB ആണ്. √2mk ഡിവൈഡ് ബൈ QB ആണ്. വേർ K മീൻസ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയെ വേണമെങ്കിൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യലിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ എഴുതിയിട്ട് ഇക്വേഷൻ വേണമെങ്കിൽ √2mqv ഡിവൈഡ് ബൈ QB എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ചാർജ് പാർട്ടികൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ ദേ വിൽ ഫോളോ സർക്കുലർ പാത്ത് ഹാവിംഗ് റേഡിയസ് 2mv ഡിവൈഡ് ബൈ QB ആൻഡ് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ QB. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ QB. നെക്സ്റ്റ് ബയോട്ട്-സാവാർട്ട് ലോ. ബയോട്ട്-സാവാർട്ട് ലോ എന്താണ്? ബയോട്ട്-സാവാർട്ട് ലോ ഒരു കറണ്ട് ക്യാരിങ് വയർ, ഈ കറണ്ട് ക്യാരിങ് വയറോടെ പോകുന്ന കറണ്ട് I ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കറണ്ട് ക്യാരിങ് വയറിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലെ, ഇവിടെ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. ഫ്രം ദിസ് കറണ്ട് ക്യാരിങ് എലമെന്റ്, ഇവിടെ ഉണ്ടാകുന്ന ചെറിയ എലമെന്റ് ഞാൻ DL എടുക്കുന്നു, അതിലൂടെ പോകുന്ന കറണ്ട് IL. സോ IDL നിന്ന് ആ പോയിന്റിലേക്കുള്ള R ഡിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് DB is equal to എന്തിടാ, μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു IDL sin theta divided by R square ആണ്. DB is equal to μ0 by 4π IDL sin theta divided by R square ആണ്. DB is equal to μ0 by 4π IDL sin theta divided by R square ആണ്. അതെപ്പോഴും നിങ്ങൾ ആലോചിക്കണം. അത് മാത്രമല്ല, ഒരു കറണ്ട് ക്യാരിങ് വയറിൻ്റെ ആക്സിലാണ് ഒരു പോയിന്റ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കറണ്ട് ക്യാരിങ് വയറിൻ്റെ ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് സർക്കുലർ കോയിലാണ്. 2 കേസുകളുണ്ട്. ഒരു സർക്കുലർ കോയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് R ആണ്. ഈ സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? μ0 ഇൻറ്റു IR² ഡിവൈഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് x² ഓൾറേസ് 3/2 ആണ്. അത് ആക്സിസിൽ ഉണ്ടാവുന്ന ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിസിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ആ ആക്സിസിലേക്കുള്ള പോയിന്റിലേക്കുള്ള ദൂരം x ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? μ0 IR² ഡിവൈഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് x² ഓൾറേസ് 3/2. R റേഡിയസ് ആണ്, എക്സ് ഡിസ്റ്റൻസ് അലോങ് ദ ആക്സ് ആണ്. ഇനി ഞാൻ പറയുകയാണ്, ഈ സർക്കുലർ ലൂപ്പിൻ്റെ ഫ്രം സെൻറ്റർ ടു ആ പോയിന്റിലേക്കുള്ള ദൂരമല്ലേ എന്ത്? എക്സ്. സോ ആ പോയിന്റ് സെൻറ്ററിലാണെങ്കിലോ ഈ ദൂരം കുറഞ്ഞ് എന്ത് വരും? സെൻറ്ററിലെത്തും. സെൻറ്ററിലെത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ μ0 I/2 R. അതായത് ഒരു സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0 I/2 R ആണ്. ഒരു സർക്കുലർ കോയിലിൻ്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0 I ഇൻറ്റു R² ഡിവൈഡ് ബൈ 2 ഇൻറ്റു R² പ്ലസ് x² ഓൾറേസ് 3/2 ആണ്. നെക്സ്റ്റ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ആംപിയർ സർക്യൂട്ട് ലോ ആണ്. നമ്മൾ ഗോസ് തിയറം പഠിച്ച പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സാധനമല്ലേ ആംപിയർ സർക്യൂട്ട് ലോ. എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ? ഞാനൊരു ആംപിയറിംഗ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. അതിലൂടെ പോകുന്ന കറണ്ട്, ഒരു കറണ്ട് ക്യാരിങ് വയറുണ്ട്, അത് ഞാനൊരു ആംപിയറിംഗ് ലൂപ്പിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആംപിയറിംഗ് ലൂപ്പിൽ ഉണ്ടാകുന്ന ക്ലോസ്ഡ് ഇൻ്റഗ്രൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡോട്ട് B.dl is equal to μ0 I ആണ്. വേർ കറണ്ട് എൻക്ലോസ് ഇൻ ദ ലൂപ്പ്. ഞാൻ പറയുകയാണ്
ഈ ഒരു ആംബിയറിംഗ് ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു കറണ്ട് താഴത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ അത് ആംബിയർ ലൂപ്പിൻ്റെ പുറത്താണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ആംബിയറിംഗ് ലൂപ്പിൻ്റെ അകത്തുണ്ടാവുന്ന കറണ്ടുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ക്ലോസ്ഡ് ഉണ്ടെങ്കിൽ ബി ഡോ ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഒരു കറണ്ട് ക്യാരിങ് വയറായി, ഇൻഫിനിറ്റ്ലി ലോങ് വയറാണ്, ഇൻഫിനിറ്റിലേക്ക് പോകുന്ന കറണ്ട് ക്യാരിങ് വയറാണ്. ഇവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ അറിയോ? ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ മ്യൂ 0 I ഡിവൈഡ് ബൈ 2πr ആണ്. സോ ഒരു കറണ്ട് ക്യാരിങ് വയറിന് തൊട്ടടുത്ത് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുക ചെയ്യും. ഒരു കറണ്ട് ക്യാരിങ് വയർ തൊട്ടടുത്താണ് സ്ട്രെങ്ത് കൂടുതൽ, അവിടെ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക എന്നുള്ള ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. അതുമാത്രമല്ല, ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ഹാവിങ് സർക്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് റേഡിയസ് എ, ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ എന്ന് പറയുന്ന സമയത്ത് സോളിഡ് പൈപ്പാണ്, സോളിഡ് പൈപ്പ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം, ഹോളോ അല്ല. ഒരു സോളിഡ് പൈപ്പ് എന്ന് പറയുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് ആയിട്ട് കറണ്ടിൻ്റെ അകത്തു കൂടെ പോകുന്നുണ്ട്, കംപ്ലീറ്റ് കറണ്ട് ഇതിൻ്റെ അകത്തു കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കറണ്ട് ഇതിൻ്റെ അകത്തു കൂടെ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഔട്ട് സൈഡ് ആണെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ദൂരം സ്മോളർ ആണ്. ഇതിൻ്റെ റേഡിയസ് എ എന്ന് എടുക്കാം, ഈ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് എ എന്ന് എടുത്താൽ പോയിന്റ് ഔട്ട് സൈഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ മ്യൂ 0 I ഡിവൈഡ് ബൈ 2πr ആണ്. പോയിന്റ് സർഫസിലാണെങ്കിൽ മ്യൂ 0 I ഡിവൈഡ് ബൈ 2π ആണ്. എന്നാൽ സപ്പോസ് ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് ഇൻസൈഡ് ആണ്, പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് കൊള്ളുന്ന ഒരു ആംബിയറിംഗ് ലൂപ്പ് വരയ്ക്കുമ്പോൾ ആ ആംബിയറിംഗ് ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് മാത്രമാണ് ഞാൻ എടുക്കേണ്ടത്. സോ ആ ആംബിയർ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് മാത്രം ഞാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റ് ഇൻസൈഡ് ആണെങ്കിൽ, ഔട്ട് സൈഡ് ആണെങ്കിൽ ഇക്വേഷൻ മ്യൂ 0 ബൈ 2π, ഇൻസൈഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ അറിയോ, മ്യൂ 0 I ഡിവൈഡ് ബൈ 2π ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ഇൻറ്റു സ്മോൾ r, വേർ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്മോൾ r ആണ്, ഇവിടെ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/r ആണ്. അതായത് സോളിഡ് പൈപ്പ് അല്ലെങ്കിൽ യൂണിഫോം ക്രോസ് സെക്ഷനിലൂടെ കംപ്ലീറ്റ്ലി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ സെൻറ്റർ മുതൽ സർഫസ് വരെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സർഫസിൽ നിന്ന് എന്ത് ചെയ്യും, പിന്നെ കുറയുക ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സോളിഡ് പൈപ്പാണ്, സോളിഡ് പൈപ്പിൻ്റെ അകത്ത് ഫീൽഡ് ഉണ്ട്. എന്നാൽ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന അടുത്തൊരു കാര്യം, ഹോളോ പൈപ്പ് അല്ലെങ്കിൽ തിൻ പൈപ്പ്. നിങ്ങളൊരു ഹോളോ പൈപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഹോളോ പൈപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഹോളോ പൈപ്പിൻ്റെ അകത്ത് കൂടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ഹോളോ പൈപ്പ് 0 ആണ്. ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ദൂരം r ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇക്വേഷൻ മ്യൂ 0 I ഡിവൈഡ് ബൈ 2π ഇൻറ്റു r ആണ്. അപ്പോൾ ഇയാളുടെ ഹോളോ പൈപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക സർഫസിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്കാ, സർഫസിന് മാത്രമാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻസൈഡ് എന്താണ്, ബിൻ്റെ വാല്യൂ 0 ആണ്. സ്മോൾ r is equal to ക്യാപിറ്റൽ R, സർഫസിലാണ് മാക്സിമം ഫീൽഡ്. അവിടുന്ന് പുറത്തേക്കുമ്പോൾ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുക ചെയ്യുക. എന്നാൽ തിൻ പൈപ്പ് അല്ലെങ്കിൽ ഹോളോ പൈപ്പിൻ്റെ അകത്ത് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്, 0 ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഞാൻ അതോടെ പറഞ്ഞു, ഒരു കറണ്ട് ക്യാരിങ് വയർ, ഒരു ലോങ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ മ്യൂ 0 I ബൈ 2πr ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോർമലി ഇനി പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുന്ന ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്ഷൻ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കറണ്ട് ക്യാരിങ് വയർ ഞാൻ എടുക്കുന്നു, അതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. ഇവിടെ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആക്ച്വലി ആ പോയിന്റ് ഉണ്ടാവുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഈ ഒരു കറണ്ട് ക്യാരിങ് വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്ന ഡയറക്ഷൻ മുകളിലേക്കാണ്. ആ പോയിന്റിലെ ഫീൽഡ് നോക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പിലുള്ള യൂസ് ചെയ്യുക. കറണ്ട് പോകുന്ന മുകളിലേക്കാണ്. ഏതെവിടെയാണോ പോയിന്റ് ആ പോയിന്റിലേക്ക് നമ്മൾ പാമ്പ് വിടർത്തി വെക്കും, അവിടുത്തെ ടാൻജന്റാണ് നോക്കുക. അപ്പോൾ കറണ്ട് പോകുന്ന മുകളിലേക്കാണെങ്കിൽ അകത്തേക്ക്, ഈ സൈഡ് ആണെങ്കിൽ പുറത്തേക്ക്, ഇവിടെ അകത്തേക്ക് ഇവിടെ പുറത്തേക്ക് എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ബുക്കിൽ എന്ത് ചെയ്യുക, കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് തമ്പ് പിടിക്കുക. റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും, ഇവിടെ ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. കറണ്ട് കാരണം ഒരു കറണ്ട് ക്യാരിങ് വയറിന് റൈറ്റ്ലി ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും, ലെഫ്റ്റിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ സർക്കുലർ ലൂപ്പിൻ്റെ ഡയറക്ഷൻ നോക്കുക. കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ തമ്പ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫീൽഡ് അകത്തേക്കായിരിക്കും. കറണ്ട് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫീൽഡ് പുറത്തേക്കായിരിക്കും. കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫീൽഡ് അകത്തേക്ക്, കറണ്ട് പോകുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫീൽഡ് പുറത്തേക്കായിരിക്കും. അതേപോലെ തന്നെ ഒരു സോളിനോഡിൻ്റെ അകത്തുണ്ടാകുന്ന ഫീൽഡിൻ്റെ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് മ്യൂ 0 Ni. ആ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്താണ്, സ്മോൾ n ഇൻറ്റു I ആണ്. വേർ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു I ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോഡ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ദെൻ ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് Q ഇൻറ്റു V ക്രോസ് ബി ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് ക്യാരിങ് വയറിനെ കൊണ്ടുവെക്കുന്നു. ആ കറണ്ട് ക്യാരിങ് വയർ I എന്നുള്ള കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു L ക്രോസ് ബി ആണ്. F is equal to I ഇൻറ്റു L ക്രോസ് ബി ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ILB സൈൻ തീറ്റയാണ്. ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് F is equal to I ഇൻറ്റു L ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ ILB സൈൻ തീറ്റയാണ്. അതിനുശേഷം ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു കാര്യമാണ് രണ്ട് കറണ്ട് ക്യാരിങ് വയർസ്. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആണ്. രണ്ട് കറണ്ട് ക്യാരിങ് വയർസിലൂടെ പോകുന്ന കറണ്ട് I1 I2 ആണ്. ഇവ തമ്മിലുണ്ടാകുന്ന സെപ്പറേഷൻ D ആണെങ്കിൽ ഈ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to μ0 I1 I2 ഡിവൈഡ് ബൈ 2πd ഇൻറ്റു L ആണ്. വേർ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി μ0 I1 I2 ഡിവൈഡ് ബൈ 2πd ആണ്. ഈ രണ്ട് കറണ്ട് ക്യാരിങ് വയർസിനും കറണ്ട് സെയിം ഡയറക്ഷനാണ്, പാരലൽ കറണ്ട് സെയിം ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ അട്രാക്ട്. കറണ്ട് സെയിം ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യും. കറണ്ട് ഓപ്പോസിറ്റ് ആണ് പോകുന്നതിൽ എന്ത് വരും, റിപ്പൽ ചെയ്യുന്നൊരു കാര്യം നിങ്ങളെ മനസ്സിൽ വേണം. ദെൻ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അതിൻ്റെ മുകളിൽ ടോർക്ക് എക്സൈഡ് ചെയ്യും. ടോർക്ക് വിൽ ബി M ക്രോസ് ബി അല്ലെങ്കിൽ MB സൈൻ തീറ്റ. ദെൻ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ എന്താ, കറണ്ടിൻ്റെ ഏരിയ. ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഈ സർക്കുലർ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് I ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഏരിയ ആണ്. മാഗ്നറ്റിക് മൊമെന്റ് കറണ്ടിൻ്റെ ഏരിയ. അപ്പോൾ ഇത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡൈപോൾ. ഒരു മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അതിൻ്റെ മുകളിൽ ടോർക്ക് എക്സൈഡ് ചെയ്യും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, M ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ എന്താണ് MB സൈൻ തീറ്റയാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ, M ക്രോസ് ബി അല്ലെങ്കിൽ MB സൈൻ തീറ്റയാണ്. ദെൻ നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ടോർക്ക് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗാലനോമീറ്റർ ഐഡിയ ആണ്. ഒരു മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ MCG. വാട്ട് ഈസ് മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ? ടു ഡിറ്റക്ട് ദ സ്മോൾ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ സ്മോൾ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്ത്, മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ. അതിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ ടോർക്ക് എക്സൈഡ് ചെയ്യും. അവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ പറയുന്നുണ്ട്. വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ? Phi is equal to NAB ഡിവൈഡ് ബൈ K ഇൻറ്റു I ആണ്. ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട്. ചെറിയൊരു കറണ്ട് വന്നാൽ കൂടി എന്ത് ചെയ്യണം, ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കണം. രണ്ട് ടേമുകളുടെ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഡിഫ്ലക്ഷൻ ഡിവൈഡ് ബൈ കറണ്ട് ആണ്. സോ Phi ഡിവൈഡ് ബൈ I ഇൻഡിക്കേഷൻ എന്താ, NAB ബൈ K ആണ്. NAB ഡിവൈഡ് ബൈ K ആണ്. കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NAB ഡിവൈഡ് ബൈ K ആണ്. സോ മോഡിഫിക്കേഷൻ ഓഫ് ഗാലനോമീറ്റർ ബൈ കണക്റ്റിംഗ് എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അതായത് ഒരു ഗാലനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ ഒരു സ്മോൾ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ കണക്ട് ചെയ്യാം. സോ ആ സ്മോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗാലനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് IG ആണ്. ഈ പാരലായി കണക്ട് ചെയ്തതിലൂടെ പോകുന്ന കറണ്ട് IG ആണെങ്കിൽ IGG ഡിവൈഡ് ബൈ I മൈനസ് IG ഈസ് ദ ഇക്വേഷൻ ഫോർ കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ടു അമ്മീറ്റർ. അപ്പോൾ ഒരു ഗാലനോമീറ്റർ അമ്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഒരു സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യണം. ഇനി ഒരു ഗാലനോമീറ്റർ നമ്മളൊരു വോൾട്ട്മീറ്റർ ആക്കി മാറ്റണമെങ്കിലോ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യണം. അതിലൂടെ പോകുന്ന കറണ്ട് IG ആണെങ്കിൽ വാട്ട് ഈസ് V? V is equal to IG into G plus R. Or we can say that R is equal to V by IG minus G. So ഗാലനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യണം. ഗാലനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കി മാറ്റാൻ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യണം. ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. എനിക്കറിയാം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഗൈസ്, താങ്ക് യു, ബൈ.